നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പ്രദോഷമാകുന്നു. ഇന്നേ ദിവസം പാർവതി പരമേശ്വരന്മാർ ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന സമയമാണ് പ്രദോഷ സന്ധ്യ. അതിനാൽ തന്നെ ഈ സമയം ഏറ്റവും വിശേഷപ്പെട്ട സമയവുമാകുന്നു. എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ പരമശിവന്റെ കടാക്ഷത്താൽ വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികപരമായ കാഴ്ചപ്പാടിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ചില വ്യക്തികൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വലിയ നഷ്ടങ്ങൾ ഇതുമൂലം സംഭവിക്കുവാൻ സാധ്യത ഉള്ളതാണ് എന്നത് വാസ്തവമാകുന്നു. എന്നാൽ അത്തരം നഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ കടാക്ഷത്താൽ അകന്ന് പോകുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേർന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും സംസാരം നിയന്ത്രിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരേണ്ട ആ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുവാൻ അത് കാരണമായി തീരും. മോശം സാമ്പത്തികപരമായ സ്ഥിതിയാണ് എങ്കിൽ പോലും അല്പം ധനപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഈ സമയം പരമശിവനെ, പ്രത്യേകിച്ചും പ്രദോഷസന്ധിയിൽ പരമശിവനെ ആരാധിക്കുകയും അതേപോലെ ഭഗവാന്റെ മന്ത്രങ്ങൾ ഈ സമയം ജപിക്കുന്നതും ഏറ്റവും സവിശേഷമാണ് എന്നുകൂടി അറിയുക. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ ലാഭത്തിന് സാധ്യത വളരെ കൂടുതലാകുന്നു. പല വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ, സുപ്രധാനമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഭഗവാന്റെ കടാക്ഷത്താൽ ആഗ്രഹിച്ച ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കൊപ്പം ഈ സമയം മനസന്തോഷം വർദ്ധിക്കുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത്തരം കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും നിങ്ങൾ രമ്യതയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഈ സമയം വന്നു ചേരും. മാനസികമായ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം കൂടി അനുകൂലമാകുന്നതിനാൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ വന്നു ചേരാം. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം സുനിശ്ചിതമാകുന്ന അവസ്ഥ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. പ്രത്യേകിച്ചും പ്രദോഷ സന്ധ്യയിൽ ഭഗവാനെ ദർശിക്കുന്നത് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ഭഗവാന്റെ കടാക്ഷം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ആ സമയം
നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരും. പ്രധാനമായും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വലിയ രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാകുന്നു. അത് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴായി നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന പണം അത് തടസ്സപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥയാണ് എങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭങ്ങൾ ദൃശ്യമാകുന്ന വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പരമശിവനെ ആരാധിക്കുക എന്ന കാര്യം തന്നെയാകുന്നു. പരമശിവനെ ആരാധിച്ച് നിത്യവും മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾക്ക് പരിഹാരം ആവുക തന്നെ ചെയ്യും. ഇപ്പോൾ ജോലി മാറാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം മാറുന്നതിലൂടെ നേട്ടങ്ങൾ പോലും വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കും വിദേശത്ത് ഇത്തരത്തിൽ പോകുവാനുള്ള അനുമതി ലഭിക്കുന്ന അവസരം തന്നെയാണ് ഇത്. മറ്റൊരു രാശിയായി പറയുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിക്ക് ചില മാറ്റങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് പറയാം. കാരണം ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സമയം ജോലിയിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ അത് സാമ്പത്തികപരമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സന്താനങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രമങ്ങൾ ഈ സമയം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം അവർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായി ദുരിതങ്ങളിലാണ് നിങ്ങൾ എങ്കിൽ പോലും ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാകുന്നു. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഫലം കാണും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക. അതിനാൽ തന്നെ ധനുരാശിക്കാർ പ്രധാനമായും പരമശിവനെ ആരാധിക്കുക, പരമശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും.